ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ തേർഡ് വെർഷനിലേക്ക് പോകേണ്ടത്. രണ്ട് മെത്തേഡുകൾ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഈ തേർഡ് വെർഷൻ നമുക്ക് ഏത് നമ്പറായാലും ഇപ്പോൾ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 10 ഡിജിറ്റോ എത്ര ഡിജിറ്റ് വന്നാലും അതിനെ 11 തൊട്ട് 19 വരെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 11 തൊട്ട് 19 വരെയുള്ള ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മൾ നോർമൽ കേസിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 2 4 3 1 11 ചെയ്താൽ നമ്മൾ ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ ചെയ്താണ് പോവാറ് സാധാരണ കേസ്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്ത് പോകുന്നു, ആൻസർ മാറുണ്ടോ നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്താലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, സെയിം ആൻസർ കിട്ടുമെന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഏത് നമ്പർ ആയാലും ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ആ മെത്തേഡ് പഠിച്ചു വെച്ചോളൂ, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള മെത്തേഡ് പഠിച്ചു നോക്കിയാൽ ഏത് നമ്പർ ആയാലും 11 പകരം 19 18 14 ഏത് നമ്പർ വന്നാലും റൂളിന് മാറ്റമൊന്നുമില്ല. ആ മെത്തേഡ് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, കോപ്പി ദിസ് സെയിം നമ്പർ 2. ആ 2 ഇവിടെ 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 ഇവിടെ എഴുതി വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, 2 ഇൻറ്റു യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ഇവിടെ 1 ആണെങ്കിൽ 1, 2 ആണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 1 2 അല്ലേ. ആ 2ൻ്റെ കൂടെ നെക്സ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഡിജിറ്റ് ഈസ് 4. അപ്പോൾ 2 + 4 ഇവിടെ 6 ആയിരുന്നു. ക്ലിയർ ആയില്ലേ? 2 കൂടെ കോപ്പി ചെയ്യണം. 2 ഇൻറ്റു 1 2, 2 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 4, 2 + 4 6. ഓക്കെ, 2ൻ്റെ വർക്ക് കഴിഞ്ഞ് അടുത്ത നമ്പർ 4. 4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4. 4 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് ഈസ് 3. 4 + 3 7. ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. 3 ഇൻറ്റു 1 3. 3 + 1 4. 1 ഇൻറ്റു 1 1. ആഡ് ചെയ്യാൻ ആരുമില്ല, നെക്സ്റ്റ് ഡിജിറ്റ് ഇല്ല, 1 എന്ന് എഴുതിയിരിക്കും. 2 6 7 4 1 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, നമുക്ക് വേറെ നമ്പർ നോക്കാം. ഒരു 6 ഡിജിറ്റ് ഇരിക്കട്ടെ. 3 4 2 3 1 2 ഇൻറ്റു 11. ഒരു 6 ഡിജിറ്റ്. എത്ര ഡിജിറ്റ് ആയിരുന്നു നമുക്ക് എന്താ കുഴപ്പം? ഇതങ്ങനെ നീണ്ട് പോകുന്നല്ലോ, റൂളിന് മാറ്റണ്ട ഇല്ല. ഫസ്റ്റ് ഡിജിറ്റ് ഈസ് 3. കോപ്പി ദാറ്റ് സെയിം നമ്പർ ഈസ് 3. റൂളൊന്ന് ഓർത്ത് വയ്ക്കാൻ എന്താ ചെയ്യുന്നത്? 3 ഇൻറ്റു 1 3. 3 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 4. 3 + 4 7. നെക്സ്റ്റ് നമ്പർ ഈസ് 4. 4 ഇൻറ്റു 1 4. 4 + 2 6. 2 ഇൻറ്റു 1 2. 2 + 3 5. 3 ഇൻറ്റു 1 3. 3 + 1 4. 1 ഇൻറ്റു 1 1. 1 + 2 3. 2 ഇൻറ്റു 1 2. ആഡ് ചെയ്യാൻ ഒന്നുമില്ല, 2 കോപ്പി ചെയ്തു, നമ്മുടെ ആൻസറായി. 3 7 6 5 4. ഒറ്റ ലൈനിൽ പോകണുണ്ടോ? അങ്ങനെ ഒറ്റ ലൈനിൽ പഠിക്കാം. നമുക്ക് ഈ നമ്പർ 11 എന്നുള്ളത് നമുക്ക് 12 ആയാലും കുഴപ്പമൊന്നുമില്ല. 2 3 4 2 ഇൻറ്റു 12. 11 വെറും 12 എഴുതി. സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ബാക്കി നമ്മൾ ഇപ്പോൾ നോക്കാം. 2 നേരത്തെ ചെയ്താൽ പോലെ 2 കോപ്പി ചെയ്തു. 2 ഇൻറ്റു 2 ഇൻസ്റ്റെഡ് ഓഫ് 1 യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 2. ഇഫ് ഇറ്റ് ഈസ് 17 2 ഇൻറ്റു 7. അതാണ് ആകെ ഒരു ചേഞ്ച്. ബാക്കി റൂളുകളൊക്കെ സിസ്റ്റം മാറ്റിയിട്ട് പൊക്കോളും. നോക്കാം. 2 ഇൻറ്റു 2 4. 4 + 3 അത് നേരത്തെ ചെയ്തിട്ടുണ്ട്. 4 + 3 7. നെക്സ്റ്റ് ഡിജിറ്റ് ഈസ് 3. 3 ഇൻറ്റു 2 6. 6 + 4 അവിടെ ശ്രദ്ധിക്കണം. 3 ഇൻറ്റു 2 6. 6 + 4 10. ഒരാൾക്ക് ഇവിടെ സീറ്റ് ഉള്ളൂ നമുക്ക്. പക്ഷേ 10 എഴുതാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം? ആ 10 ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു മാത്രം. മനസ്സിലായോ? സിംഗിൾ ഡിജിറ്റാണ് ഇവിടെ എഴുതാം, 2 ഡിജിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് ക്യാരി ചെയ്യണം. 3 ഇൻറ്റു 2 6. 6 + 4 10 വരുമ്പോൾ 0 കൂടെ എഴുതാം, 1 ഇങ്ങോട്ട് എഴുതണം കേട്ടോ. 4 ഇൻറ്റു 2 8. വീണ്ടും 8 + 2 10. ഇവിടെ 0 എഴുതി, ഇവിടെ 1 എഴുതി. നേരത്തെ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. ലാസ്റ്റ് 2 ഇൻറ്റു 2 4. ആഡ് ചെയ്യാൻ നമ്പറില്ല, ആ 4 ഇവിടെ എഴുതി വെച്ചു. ഫൈനൽ ആൻസർ എഴുതാം. 4 0 1 7 + 1 8 2 8. 2 8 1 0 4 ആണ് നമ്മളുടെ ആൻസർ. ഇങ്ങനെ ഏത് നമ്പറും നിങ്ങൾക്ക് ചെയ്യാം. ഇനി വേറെ നമ്പർ വേണോ? സെയിം നമ്പർ നമുക്ക് 4 ആക്കി നോക്കാം. സെയിം നമ്പർ നമുക്ക് 4 ചെയ്ത് നോക്കാം. ഏത് നമ്പർ എന്താ കുഴപ്പം? ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 2 അത് കോപ്പി ചെയ്തു. 2 ഇൻറ്റു 4 8. 8 + 3 11. 1 കൂടെ എഴുതി, 1 കൂടെ എഴുതി. 3 ഇൻറ്റു 4 12. 12 + 4 16. ഇവിടെ 1 എഴുതി. 4 ഇൻറ്റു 4 16. 16 + 2 18. അവിടെ 8 എഴുതി, ഇവിടെ 1 എഴുതി. 2 ഇൻറ്റു 4 8. കഴിഞ്ഞില്ലേ? ഇനി അത് കോപ്പി ചെയ്താൽ മതി. 8 8 7 1 + 1 2 3 3 2 7 8 4. ഇങ്ങനെ മെത്തേഡ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ആൻസറൊന്നും മാറ്റം വരില്ല. ഒറ്റ റൂൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ വേഗം എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.